ഗൈസ് വെൽക്കം ബാക്ക് രാകേഷിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം. ഇല്ലീഗൽ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ച് പൂട്ടിക്കും. അതിപ്പം പൂട്ടിച്ചതിൻ്റെ തെളിവുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. രക്തസാക്ഷി. സോ ഗൈസ് ആദ്യം കാണിക്കാൻ പോകുന്ന ഫാസിമ സക്കീറാണ്. സോ ഗൈസ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് ലക്ഷങ്ങളോളം ഫോളോസ് ഉണ്ടായിരുന്നു. ഈ ലക്ഷങ്ങളോളം ഫോളോസുള്ള ഇൻസ്റ്റാഗ്രാം അടിച്ച് പോയിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഈ അക്കൗണ്ട് തിരിച്ച് കിട്ടില്ല എന്ന കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഇരുന്നത്. എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി രാവിലെ എണീക്കുന്നു, ഇതാ ഞാൻ ഫ്ലാറ്റ് മേടിക്കാൻ പോകുന്നു, SBI ബാങ്ക് മേടിക്കാൻ പോകുന്നു, അടുത്ത ഇന്ത്യൻ ബാങ്ക് മേടിക്കാൻ പോകുന്നു, ഞാനടുത്ത് അംബാനിയുടെ അടുത്ത് വീട് വയ്ക്കാൻ പോകുന്നു. അങ്ങനെ വെറുതെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുതിയ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നു, പിന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ച്, അങ്ങനെ ഇഷ്ടംപോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്ന എങ്ങനെ, ഒരു സാധാരണക്കാരൻ എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഓരോ വീഡിയോസിലൂടെയാണ് ഇവർ ഈ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെയാണ് ഇവർ അക്കൗണ്ട് അടിച്ച് പോയത്. നല്ല കാര്യം, നല്ല 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 കാര്യം. സോ ഗൈസ് ഉടനെ തന്നെ ഇവർ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 7500 സംതിങ് ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 2 ഫോളോയിങ് ഉണ്ട്. ഈ 2 ഫോളോയിങ്ങിൽ ഒന്ന് ഈ പുള്ളിക്കാരി കല്യാണം കഴിച്ച ഒരാളെയും, പിന്നെ മറ്റേത് ബാക്ക് അക്കൗണ്ട് എന്നാണ്. മീൻസ് ബാക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് അടിച്ച് പോകുന്ന അറിയാം. അപ്പോൾ പിന്നെ ഒരു ബാക്ക് അക്കൗണ്ട് വേണ്ടി, അതുകൊണ്ടാണ് പിന്നെയും തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ പുള്ളിക്കാരി ബയോയിൽ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ 3 ലിങ്ക് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇല്ലീഗൽ ആപ്പാണ് പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. രണ്ടും ഇല്ലീഗൽ ആപ്പ് തന്നെയാണ്. മൂന്നാമത് യൂട്യൂബ് അക്കൗണ്ട്. എന്നിട്ട് ഈ 7000 ഫോളോവേഴ്സ്, നിങ്ങൾ എന്താണ് നമ്മൾ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലാണ് ഇവർ ഓരോ എന്ന് വെച്ചാൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യണത്. ഇല്ലീഗൽ ആപ്പ് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരി അക്കൗണ്ട് അടിച്ച് പൂട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരി പുതിയ അക്കൗണ്ട് തുടങ്ങും, പിന്നെയും ചെന്ന് ഫോളോ ചെയ്യണം ആൾക്കാർ. സോ ഗൈസ് നിങ്ങൾ മനസ്സിലാക്കടാ. സോ വെക്കപ്പ് ടു റിയാലിറ്റി. പിന്നെ ഈ തൊട്ടപ്പുറത്തേക്കുന്ന കൊച്ചിനെ എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് പുള്ളിക്കാരി സ്ലോമോയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി ഇതുപോലെ ഇല്ലീഗൽ ആപ്പാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും തകടം ദിഗടം തേയ് അടിച്ച് പോയേക്കാം. പുള്ളിക്കാരി അത് രാജ ആപ്പ്, അങ്ങനത്തെ എന്തോ ഒരു ആപ്പുണ്ട്, അതൊക്കെയാണ് പുള്ളും പ്രൊമോട്ട് ചെയ്യുന്നത്. കമ്മൽ മേടിക്കാൻ പോയി, പൈസ ഇല്ലാതായിപ്പോയി. പിന്നെ ഈ ഗെയിം കളിച്ചപ്പോൾ പെട്ടെന്ന് പൈസ കിട്ടി. പിന്നെ നേരെ പോയി ജ്വല്ലറിയോടെ അങ്ങ് മേടിച്ച്. ജ്വല്ലറിക്കാരൻ്റെ കടയോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിലെ താക്കോൽ വരെ ഞാൻ മേടിച്ച്. അത്രത്തോളം പൈസയാണ് രാജ അണ്ണൻ്റെ ആപ്പ് വഴി കിട്ടിയെന്നും പറഞ്ഞ് അങ്ങനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ അക്കൗണ്ടൊക്കെ അടിച്ച് പോവും. പിന്നെ രണ്ട് പിന്നെ വേറെ മെയിനായിട്ട് അടിച്ച് 2 വേറെ ആൾക്കാരോട് കാണിച്ചു തരാം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ 2 പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒന്ന് വയനാട് ഫാമിലി, ഒന്ന് മല്ലു ഫാമിലി. ഈ വയനാട് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഞാൻ രാവിലെ എണീച്ചപ്പോൾ പേഴ്സ് തുറന്നപ്പോൾ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗെയിം കളിച്ചപ്പോൾ പിന്നെ നേരെ ATM പോയപ്പോൾ എൻ്റെ കയ്യിൽ നിറയെ പൈസ. ഹേ ഹോ 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 ഹാ ഹാ ഹാ. പിന്നെ നിങ്ങൾ എൻ്റെ രീതിയിലാണ് എന്ന് വെച്ചാൽ ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തി എൻ്റെ രീതിയിൽ ലിങ്ക് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. എന്നാൽ 50% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 50-50 ബിസ്ക്കറ്റ് വെച്ച് തിന്ന് കഴിക്കുക. എനിക്ക് പോടാൻ പറ്റിക്കാതെ. സോ ഗൈസ് അങ്ങനെ വയനാട് ഫാമിലി പറ്റിച്ച്, അങ്ങനെ വയനാട് ഫാമിലി അക്കൗണ്ട് അടിച്ച് പോയിട്ടുണ്ട്. നല്ല രീതിയിലാണ് പറ്റിക്കുന്നത്. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ജനങ്ങളെ എങ്ങനെ അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. സാധാരണക്കാരനൊക്കെ എങ്ങനെ പെട്ടെന്ന് പണക്കാരനാവുന്ന രീതിയിലേക്കാണ് ഇവർ ഓരോ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. നല്ല രസമുണ്ട്. പുള്ളിക്കാരി അത് കാറ് മേടിച്ചെന്നോ വയനാടെന്ന് പറഞ്ഞ് വലിയ വണ്ടി മേടിച്ചു, അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടാണ് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണത്. നമുക്ക് നേരെ മല്ലു ഫാമിലിക്ക് പോകാം. മല്ലു ഫാമിലിയാണ് ഏറ്റവും സൂപ്പർ. പുള്ളിക്കാരെ ജിമ്മിൽ പോകുന്നു. 100 പുഷപ്പ് അടിക്കുന്നവന് 1000 രൂപ, അടുത്ത് 10 പുഷപ്പ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് 1000 രൂപ. ഈ പൈസയൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്? ഇതാണ് ആപ്പ്. ഞാൻ എന്താ ബെറ്റിംഗ് വെക്കുകയാണ്. ചുവപ്പിൽ വെച്ചപ്പോൾ എനിക്ക് 4 ഇരട്ടി കിട്ടി, പച്ചയിൽ വെച്ചപ്പോൾ 7 ഇരട്ടി കിട്ടി. പിന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വീണ് അപ്പം പൈസ എന്ന് വെച്ചാൽ ATM പറ്റുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. ഉടനെ തന്നെ രാജ അല്ലല്ലോ സോറി കേസ്, രാജാവിൻ്റെ ആപ്പ് എടുക്കുന്നു. ആപ്പ് എടുത്തതിന് ശേഷം പെട്ടെന്ന് പൈസ കിട്ടുന്നു. പിന്നെ അതിനുശേഷം എവിടെയൊക്കെ പോയിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു. പിന്നെയും പറയുന്നതൊക്കെ പൈസ കിട്ടിയതൊക്കെ ഈ ആപ്പിലൂടെയാണ് എനിക്ക് കിട്ടുന്നത്. വേറെ ഒരു വഴിയും എനിക്ക് കിട്ടുന്നില്ല. ഈ ആപ്പിലൂടെ എനിക്ക് പൈസ കിട്ടുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഗൂഗിൾ പേ വഴി അവർ ഒരു ഹ്യൂജ് എമൗണ്ട് അയച്ചു തരുന്നു. ആ പൈസ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നിങ്ങളെ മുന്നിൽ പൊടി വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ണിൽ പൊടി വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജനങ്ങൾ ഓൾമോസ്റ്റ് കുറേ പേര് ചീത്ത വിളിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് തുടർന്നിട്ട്, എണീച്ച് പോടാ ഊളെ ആൾക്കാരെ പറ്റിക്കാതെ. എന്നിട്ട് ഇവന്മാർ മനസ്സിലാക്കാതെ ഇവന്മാർ പറയണം ഇത്രയും ജെനുവിനായ ആപ്പിൾ നിങ്ങൾ എങ്ങനെ പറ്റിക്കുന്നത്. ഞാൻ ലൈവ് കാണിച്ച്. ഈ ലൈവ് കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ അതാണ് ലൈവ് കാണിക്കുന്നത്, മനസ്സിലായ? ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പോയിട്ട് ലൈവ് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ളതും പോകും, പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും മേടിച്ചെങ്കിൽ അങ്ങനെയും പോകും. ഇവർക്ക് അങ്ങനെ പോകില്ല. ഇവർക്കൊരു ഹ്യൂജ് എമൗണ്ട് കൊടുത്തതിന് ശേഷം ഇവർ അങ്ങനെ കളിക്കുന്ന കളിയാണ്. ഇത് ജനങ്ങളെ പറ്റിക്കുന്ന കളിയാണ്. ഒരിക്കൽ പറ്റിക്കുന്നേ ഇത്. ഇവ റീല് ചെയ്യണത് ഇതാ. ഇവർ രാവിലെ എണീച്ചിട്ട് പൈസ കൊടുക്കുമ്പോൾ ആദ്യം പറയാം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ രാജൻ്റെ ആപ്പ് എടുക്കാം. അടുത്ത പൈസ അങ്ങനെ കിട്ടുന്നു. പിന്നെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്താലും രാജൻ്റെ ആപ്പ്. ഇത് ജനങ്ങളിൽ എങ്ങനെയെങ്കിലും എത്തിക്കണം, മനസ്സിലായ? സാധാരണക്കാർക്ക് ഇതൊക്കെ കാണാൻ വിചാരിക്കും ഇത് കൊള്ളാമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ഗ്രീൻ കുട്ടിച്ചത്ത. പച്ചയിൽ വെച്ചാൽ 2 ഇരട്ടി, മഞ്ഞയിൽ വെച്ചാൽ 3 ഇരട്ടി, ചുവപ്പിൽ വെച്ചാൽ 7 ഇരട്ടി. അങ്ങനെയാണ്. നമ്മുടെ ഈ പണ്ട് ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ബോൾ എടുത്തെറിയും. അപ്പോഴത്തേക്കും വെള്ള, പച്ച, മഞ്ഞ. ഇതിൽ മഞ്ഞയിൽ വയ്ക്കണമെങ്കിൽ 3 ഇരട്ടി. ഇതേ സെയിം പാറ്റേൺ ആണ് സംഭവം. അവരത് ഇല്ലീഗൽ ആപ്പാക്കി ഇറക്കുന്നതാണ്. മറ്റേ നമ്മൾ ഉത്സവം പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പൈസ കൊണ്ട് വയ്ക്കുമ്പോൾ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ചൂതാട്ടം പോലത്തെ ഗെയിമാണ് സംഭവം.
ഇതിൽ അതെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് കാണാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അറിയാം ആര് ജയിക്കണം വേണ്ടെന്നൊക്കെ. ജനങ്ങളെ പറ്റി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ആപ്പുകൾ നമ്മൾ മാക്സിമം കളിക്കാൻ നോക്കും. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, സാധാരണക്കാരനാണ് കൂടുതലും ചെന്ന് വീണത്. നമ്മളിത് കളിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെന്നറിയാമോ? പോലീസിനടുത്ത് പോയി പറയാൻ പറ്റില്ല. കാര്യം ഇത് ഇല്ലീഗൽ ആപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലീസിനടുത്ത് പോയി പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ അതിൻ്റെ അകത്തൊരു പൈസ ഇട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത പൈസ ഇടാൻ നോക്കുമ്പോഴത്തേക്കും ആപ്പ് പോലും കാണില്ല, എല്ലാം അടിച്ച് പോകും. പിന്നെ ഈ ഇൻഫ്ലുവൻസറായ ഇവന്മാരടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരാണെങ്കിൽ ലോ കൂടായ്പായിട്ട് പിന്നെ കുഴപ്പമില്ല. ഇവന്മാരാണെങ്കിൽ പറ്റിച്ച് എല്ലാവരും പറ്റിച്ചല്ലേ ഇരിക്കുന്നത്. ഇവന്മാരടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ ഇവർ മിണ്ടയില്ല. കാര്യം ഇവന്മാർ അക്കൗണ്ടിലൊക്കെ അത്രത്തോളം തെറികളൊക്കെയാണ് ആൾക്കാർ വിളിച്ചിറങ്ങുക. അതിന് പോലും ഇവന്മാർ മിണ്ടാതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ ഇല്ലീഗൽ ആപ്പാണ്. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇവരായിട്ട് തന്നെയാണ് കളഞ്ഞത്. ഇനി അവരതിനെ എങ്ങനെയെങ്കിലും റിക്കവറി എടുത്തതിന് ശേഷം ഒരു മാസ് BGM ഒക്കെ ഇട്ട് വരും. തിരുമ്പി വന്നിട്ടേ രാജൻ്റെ ആപ്പിലൂടെ ഞങ്ങൾ ഇനിയും പൈസ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവർ ഇനിയും വരും. വരട്ടെ, അടിച്ച് പൂട്ടട്ടെ. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോൾ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് രേഖപ്പെടുത്തുക.